ഹായ്. എന്താ മെമ്പർമാരെല്ലാം എത്ര എമർജൻസി മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞത്? എന്താണ് അജണ്ട? എന്താ? സത്യന്റെ തോട്ടത്തിലെ ഞങ്ങളൊരു ഡാൻസ് പ്രോഗ്രാം ക്യാബറേ ഡാൻസ് ആണ്. ആനന്ദവല്ലിയും കൂട്ടി 5 പേര്, പാപ്പയും കൂട്ടി 6 പേര്. ഈ പെണ്ണുങ്ങൾക്ക് എന്ത് പ്രായമുള്ളവരാ? ഇയാൾക്ക് എന്ത് പ്രായമുള്ളവരെ വേണം? എനിക്ക് 16 തുടങ്ങി 60 വരെ ഇഷ്ടമാണ്. നിങ്ങളുടെ വക ഒരു 50,000 രൂപ. അയ്യോ അതങ്ങനെയാ, ഞാൻ ഒരു പാവപ്പെട്ടവനാ. ഞാൻ ഒരു 1000 രൂപ എന്നേക്കാം. അവിടെ ചെന്നാ അവർക്കും കൊടുക്കണ്ടേ? നിങ്ങൾ കൊടുക്കുന്ന 1000 രൂപ അവരുടെ കോസ്റ്റ്യൂമിന് കൂടി തികയില്ല. അപ്പൊ തുണി കൊടുത്തോണ്ട് കളിക്കുന്ന ഡാൻസ് ആണോ? നിങ്ങൾ കൊടുക്കുന്ന ചില്ലറയ്ക്ക് വേണ്ടി അവളുമാര് തുണി ഉരിയണോ? മതിയാക്കട, മാസ്റ്റർക്ക് നോക്കി വെള്ളം ഇറക്കാനല്ലേ. ഈ കേസും അതുപോലെ തന്നെ. മറന്നു കളയെന്ന് വിചാരിച്ചിട്ട് ഓർമ്മിപ്പിച്ചോണ്ടിരിക്കണത്. അതൊക്കെ പോട്ടെ, ഇതിന് മൊത്തത്തിൽ എത്ര ചെലവ് വരും? ബിരിയാണിക്ക്, ബിയറിന്, പെൺകുട്ടികൾക്ക്, കട്ടിലിന്, ഷാമിയാനയ്ക്ക് എല്ലാം കൂടി 2 ലക്ഷം രൂപ വരും. ഇനി പറയാനുള്ളത് 2 ലക്ഷത്തിന് ഷെയർ എല്ലാവരും എടുക്കണം. ഈ കാര്യത്തിൽ നിന്റെ കമ്മീഷൻ എന്താ? കലയെ കുറിച്ച് പറയുമ്പോ കമ്മീഷന്റെ കാര്യം പറയണോ? അയാളുടെ കാര്യം വിട്. പശു പിന്നിന്ന് ചാണകം ഇടുമ്പോ മുന്നിന്ന് തീറ്റ കൊടുത്തുള്ള പോലീസുകാരുടെ കാര്യം എങ്ങനെ സോൾവ് ചെയ്യും? അപ്പുറത്തെ വീട്ടിന്റെ അതെ, ഇതിനകത്ത് വെച്ച കാശ് കാണാനില്ല. എങ്ങനെ കാണാൻ? ആ കാശിന്റെ പോക്കറ്റിൽ കിടക്കല്ലേ. ആഹാ, നിങ്ങളാണ് എടുത്തല്ലേ? അത് പിന്നെ ഞാനും കൃഷ്ണൻകുട്ടിയും കൂടെ ഷക്കീല പടം മേടിക്കാൻ പോവാ. അവൾ അഭിനയിച്ച സിനിമ കിട്ടി നമ്മുടെ കഷ്ടം തീരും. എന്റെ ശനിപ്പഴ തീരാൻ പോകുന്ന ജോലിസിൽ പറഞ്ഞിട്ടുണ്ടേ. അയ്യോ, പോയി ഷക്കീലയുടെ പടം കാണിക്കാൻ പോവാ. അതിന് നിനക്കെന്താ? ഷക്കീലയെ വാങ്ങാനല്ലോ, അവൾ അഭിനയിച്ച സിനിമ വാങ്ങാനല്ലേ. ഒരു ഭാര്യയാവുമ്പോ ഭർത്താവിനെ മനസ്സിലാക്കി പെരുമാറണം കേട്ടോ. നീ പോയി ഒന്ന് ശകനം നിന്നേ ചെല്ലേ. ആകെ 4 മുടിയുണ്ട്, ഇങ്ങനെ ചെയ്യാ അതോടി പോവും. എങ്ങോട്ടാ ഈ അർദ്ധരാത്രി പുറപ്പാട്? 4 ജില്ലയിലെ പഞ്ചായത്ത് വീഡിയോമാരുടെ എല്ലാം കൂടെ മീറ്റിംഗ് ഇന്ന് കൂടുവാണ്. ഞാൻ ചെന്നില്ലെങ്കിൽ വളരെ മോശമായി. എന്ത്? ഈ അർദ്ധരാത്രിയിൽ മീറ്റിംഗോ? നീ എന്താ വിചാരിച്ച ഞാൻ 2ാം കെട്ടുകാരുടെ അടുത്തേക്ക് പോകാണോ? എനിക്കെന്താ മീറ്റിംഗിന് പോകാൻ പാടില്ല? സ്വന്തം ഭാര്യയെ നോക്കാൻ കഴിവില്ലാത്ത ഒരു മനുഷ്യന് എങ്ങനെ 2ാം ഭാര്യ നോക്കാൻ പറ്റും? എത്ര നാണം കെട്ടോളായാലും എങ്ങനെ നിങ്ങളെപ്പോലെ ഒരാളുടെ അടുത്ത് വരിക? തല്ല നിന്റെ വിശ്വാസം നിനക്ക്, എന്റെ കോൺഫിഡൻസ് എനിക്ക്. നീ ഇതേ വാതിലടച്ച് കിടന്നോ, ഞാൻ രാവിലെ വരാം. ആരെ പേടിച്ചിട്ടാ വാതിലടയ്ക്കുന്നത്? നിനക്കെന്നാ പേടി? വരുന്നോ പേടിക്കുന്ന കാര്യമാ. നിങ്ങളെ ഞാൻ... അയ്യോ, എന്റെ റിമോട്ട്.